ഒരു സൊല്യൂഷനെ കാണുമ്പോൾ ഫിസിക്കൽ അപ്പിയറൻസ് എങ്ങനെയിരിക്കും? ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ദ സോൾവെൻറ്റ് സൊല്യൂഷനെ പ്രധാനമായിട്ടും മൂന്നായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അവയാണ് ഗേഷ്യസ് സൊല്യൂഷൻ, ലിക്വിഡ് സൊല്യൂഷൻ, സോൾവെൻറ്റ് സൊല്യൂഷൻ. എന്താണ് ഗേഷ്യസ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഗേഷ്യസ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ സോൾവെൻറ്റിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗ്യാസ് ആയിരിക്കും. അതായത് അത്തരം ഒരു സൊല്യൂഷൻ നമ്മൾ കാണുമ്പോൾ അത് ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കും. അടുത്തത് ലിക്വിഡ് സൊല്യൂഷൻ. ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിലെ സോൾവെൻറ്റിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ലിക്വിഡാണ്. നമ്മളതിനെ ഫിസിക്കലി കാണുമ്പോൾ ഇറ്റ് ഈസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. സോളിഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ സോളിഡ് സ്റ്റേറ്റ് ഓർ സോളിഡ് ഫിസിക്കൽ അപ്പിയറൻസ്. ഇങ്ങനത്തെ സോളിഡ് സൊല്യൂഷൻസിലെ സോൾവെൻറ്റ് ഫേസ് എന്ന് പറയുന്നത് സോളിഡ് ആയിരിക്കും. അങ്ങനെ ബേസ്ഡ് അപ്പോൺ ദ ഫേസ് ഓഫ് ദ സോൾവെൻറ്റ് നമുക്ക് സൊല്യൂഷൻസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഗേഷ്യസ് സൊല്യൂഷൻസ്, ലിക്വിഡ് സൊല്യൂഷൻസ് ആൻഡ് സോളിഡ് സൊല്യൂഷൻസ്. ഒരു സോൾവെൻറ്റിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് സൊല്യൂഷൻസിനെ പ്രധാനമായിട്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്ന്: ഗേഷ്യസ് സൊല്യൂഷൻ, ലിക്വിഡ് സൊല്യൂഷൻസ് ആൻഡ് സോളിഡ് സൊല്യൂഷൻസ്. ഇവയെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവയെ പറ്റി ഒന്ന് പഠിക്കാം. ആദ്യമായിട്ട് ഗേഷ്യസ് സൊല്യൂഷൻസ് നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. ഗേഷ്യസ് സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിലെ സോൾവെൻറ്റ് സ്റ്റേറ്റ് എപ്പോഴും എന്തായിരിക്കും? ഗ്യാസ് ആയിരിക്കും. സോൾവെൻറ്റ് സ്റ്റേറ്റ് എപ്പോഴും ഗേഷ്യസ് ഫോമിലായിരിക്കും. എന്നാൽ സൊല്യൂട്ട് ഗ്യാസ് രൂപത്തിലാവാം, ലിക്വിഡ് രൂപത്തിലാവാം, അല്ലെങ്കിൽ സോളിഡ് രൂപത്തിലും ആവാം. ഓരോന്നിൻ്റെ എക്സാമ്പിൾസ് ഒന്ന് നോക്കിയാലോ. ഗ്യാസ് ഇൻ ഗ്യാസ്, അതായത് സൊല്യൂട്ട് ഗ്യാസും സോൾവെൻറ്റ് ഗ്യാസും വരികയാണെങ്കിൽ അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് രണ്ട് ഗ്യാസിൻ്റെ മിക്സ്ചർ. ഫോർ എക്സാമ്പിൾ എ മിക്സ്ചർ ഓഫ് ഓക്സിജൻ ആൻഡ് നൈട്രജൻ ഗ്യാസ്. ഇതിൽ സൊല്യൂട്ടും സോൾവെൻറ്റും ഗ്യാസ് ഫേസിൽ തന്നെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അടുത്ത ഗേഷ്യസ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ലിക്വിഡ് ഇൻ ഗ്യാസ്. ലിക്വിഡ് ഇൻ ഗ്യാസ് എന്ന് പറയുമ്പോൾ സൊല്യൂട്ട് ലിക്വിഡ് സ്റ്റേറ്റിലും സോൾവെൻറ്റ് ഗേഷ്യസ് സ്റ്റേറ്റിലുമാണ്. അപ്പോൾ ഓർക്കണം, സൊല്യൂട്ട് ലിക്വിഡ് സ്റ്റേറ്റിലും സോൾവെൻറ്റ് ഗേഷ്യസ് സ്റ്റേറ്റിലും. അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലോറോഫോം മിക്സ്ഡ് വിത്ത് നൈട്രജൻ ഗ്യാസ്. ക്ലോറോഫോം ഒരു ലിക്വിഡാണ്. ക്ലോറോഫോം എന്ന് പറയുന്ന ലിക്വിഡ് നൈട്രജൻ ഗ്യാസുമായിട്ട് മിക്സ് ചെയ്തിരിക്കുന്നു. തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് സോളിഡ് ഇൻ ഗ്യാസ്. സോളിഡ് ഇൻ ഗ്യാസിൽ സൊല്യൂട്ട് സോളിഡ് സ്റ്റേറ്റിലും സോൾവെൻറ്റ് ഗ്യാസ് ഒരു ഗേഷ്യസ് ഫേസിലുമാണ്. അതിനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് ക്യാംഫർ ഇൻ നൈട്രജൻ ഗ്യാസ്. എന്താണ് ക്യാംഫർ? ക്യാംഫർ എന്നാൽ കർപ്പൂരം. കർപ്പൂരവും നൈട്രജൻ ഗ്യാസും തമ്മിലുള്ള ഒരു മിക്സ്ചർ. ആ മിക്സ്ചറിനെയാണ് സോളിഡ് ഇൻ ഗ്യാസ് എന്ന് പറയുന്നത്. ഇത് മൂന്ന് തരത്തിലാണ് ഗേഷ്യസ് സൊല്യൂഷൻസ് ഉള്ളത്: ഗ്യാസ് ഇൻ ഗ്യാസ്, ലിക്വിഡ് ഇൻ ഗ്യാസ് ആൻഡ് സോളിഡ് ഇൻ ഗ്യാസ്. സെക്കൻഡ് ടൈപ്പിലേക്ക് പോകാം. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ലിക്വിഡ് സൊല്യൂഷൻസ് ആണ്. നമുക്കറിയാം ലിക്വിഡ് സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ അതിലെ സോൾവെൻറ്റ് എന്ന് പറയുന്നത് ലിക്വിഡ് ഫേസിലായിരിക്കും. സോൾവെൻറ്റ് എപ്പോഴും ലിക്വിഡ് ഫേസിലാണ്. എന്നാൽ സൊല്യൂട്ട് സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, അല്ലെങ്കിൽ ഗ്യാസും ആവാം. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഗ്യാസ് ഇൻ ലിക്വിഡ്. ഇതിൽ സൊല്യൂട്ട് ഗ്യാസ് ആണ്, സോൾവെൻറ്റ് ലിക്വിഡ് ആണ്. അതിൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ any gas which is dissolved in a liquid. For example, oxygen dissolved in water. വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള ഓക്സിജൻ ആണ് ഗ്യാസ് ഇൻ ലിക്വിഡിന് എക്സാമ്പിൾ. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ലിക്വിഡ് ഇൻ ലിക്വിഡ്. ലിക്വിഡ് ഇൻ ലിക്വിഡിൽ സൊല്യൂട്ടും സോൾവെൻറ്റും ലിക്വിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. ലിക്വിഡ് ഇൻ ലിക്വിഡ് അതിൽ എക്സാമ്പിളാണ് എഥനോൾ, അതായത് ആൽക്കഹോൾ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ലിക്വിഡ് ഇൻ ലിക്വിഡിന് ഒരുപാട് കോമൺ വേറെ എക്സാമ്പിൾസ് ഉണ്ട്. നമ്മളൊക്കെ സാധാരണയായി അടുക്കളയിൽ യൂസ് ചെയ്യുന്ന അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ വിനാഗിരി ഇൻ വാട്ടർ ഓർ അസറ്റിക് ആസിഡ് ഇൻ വാട്ടർ. അതൊരു എക്സാമ്പിളാണ് ലിക്വിഡ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റിന്. അടുത്തതായിട്ടുള്ളത് സോളിഡ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. സൊല്യൂട്ട് സോളിഡും സോൾവെൻറ്റ് ലിക്വിഡുമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. അതും വളരെ കോമൺ ആയിട്ടുള്ള ഒരുപാട് എക്സാമ്പിൾസ് നമുക്കറിയാം. ഷുഗർ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സോൾട്ട്, നമ്മൾ സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്ന സോൾട്ട് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യിക്കുന്നത് എല്ലാം എന്നതിന് എക്സാമ്പിളാണ്. സോളിഡ് ഇൻ ലിക്വിഡിന് എക്സാമ്പിളാണ്. അതായത് ഗേഷ്യസ് സൊല്യൂഷൻസും പഠിച്ചു, ലിക്വിഡ് സൊല്യൂഷൻസും പഠിച്ചു.
മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സോളിഡ് സൊല്യൂഷൻസ് ആണ്. സോളിഡ് സൊല്യൂഷൻസിലെ സോൾവെൻ്റ് ഫേസ് എന്താണ്? സോൾവെൻ്റ് ഫേസ് സോളിഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എപ്പോഴും സോൾവെൻ്റ് ഫേസ് സോളിഡ് ആണ്, സൊല്യൂട്ട് ഫേസ് ഗ്യാസ് ആവാം, ലിക്വിഡ് ആവാം, അല്ലെങ്കിൽ സോളിഡും ആവാം. ഗ്യാസ് ഇൻ ലിക്വിഡിന് എക്സാമ്പിൾ, ഒരു ഗ്യാസ് സോളിഡുമായിട്ട് ജോയിൻ ചെയ്യുന്നു. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹൈഡ്രജൻ ഗ്യാസ് ഡിസോൾവ്ഡ് ഇൻ പലേഡിയം മെറ്റൽ. നമുക്കറിയാം ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആയിട്ടുള്ള പ്ലാറ്റിനം, പലേഡിയം പോലെയുള്ളവ അവരുടെ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റുകളിൽ ഹൈഡ്രജൻ ഗ്യാസിനെ അബ്സോർബ് ചെയ്യും. ഇങ്ങനെ നമുക്ക് ഹൈഡ്രജൻ ഗ്യാസിനെ കുറച്ചധികം നാൾ സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും. ആ ഒരു മിക്സ്ചറിനെ നമുക്ക് ഏത് കൂട്ടത്തിൽ പെടുത്താം? അതിനെ നമുക്ക് ഗ്യാസ് ഇൻ സോളിഡ് എന്ന് പറയുന്ന സോളിഡ് സൊല്യൂഷൻസിന് എക്സാമ്പിളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അടുത്ത ടൈപ്പ് ഓഫ് സോളിഡ് സൊല്യൂഷൻസ് പറയുന്നത് ലിക്വിഡ് ഇൻ സോളിഡ് ആണ്. ലിക്വിഡ് ഇൻ സോളിഡിന് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത് അമാൽഗം ഓഫ് മെർക്കുറി ഇൻ സോഡിയം. എന്താണ് അമാൽഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അമാൽഗം എന്നാൽ മെർക്കുറി ഒരു മെറ്റലുമായി ജോയിൻ ചെയ്തുണ്ടാകുന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അമാൽഗം എന്ന് പറയുന്നത്. സോ എക്സാമ്പിൾ ഈസ് അമാൽഗം ഓഫ് Hg ഇൻ സോഡിയം. Hg എന്ന് പറയുന്നത് മെർക്കുറി ഇൻ സോഡിയം. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സോളിഡ് ഇൻ സോളിഡ്, അതായത് സൊല്യൂട്ടും സോൾവെൻറ്റും സോളിഡ് രൂപത്തിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ കോപ്പർ ഡിസോൾവ്ഡ് ഇൻ ഗോൾഡ്. നമ്മൾ സാധാരണയായി ഗോൾഡ് ഓർണമെൻറ്റ്സ് 916 ഗോൾഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അതിൽ വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റി ഓഫ് കോപ്പർ കൂടെ ഗോൾഡിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. കാരണം ഗോൾഡ് പ്യുവർ രൂപത്തിലാകുമ്പോൾ അത് പെട്ടെന്ന് ഒടിയാനും വളയാനും ഒക്കെ ചാൻസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ സ്ട്രെങ്ത് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റി കോപ്പർ ഗോൾഡിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. അത് ഒരു സോളിഡ് സൊല്യൂഷന് എക്സാമ്പിളാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഓർക്കാം. ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് സോൾവെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് സൊല്യൂഷൻസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഗേഷ്യസ് സൊല്യൂഷൻ, ലിക്വിഡ് സൊല്യൂഷൻ ആൻഡ് സോളിഡ് സൊല്യൂഷൻ. ഓരോന്നിൻ്റെയും എക്സാമ്പിൾസും ഒന്ന് ഓർത്തിരിക്കണം. ഈ 3 ടൈപ്പ് സൊല്യൂഷൻസ് നമ്മൾ പഠിക്കുമ്പോഴും ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ ലിക്വിഡ് സൊല്യൂഷൻസ് ആണ്. എന്തായിരിക്കാം അതിന് കാരണം? എപ്പോഴും കെമിസ്ട്രി നമ്മൾ പഠിക്കുമ്പോൾ അതിൽ കൂടുതൽ നമ്മൾ പഠിക്കുന്നത് കെമിക്കൽ റിയാക്ഷൻസിനെ പറ്റിയിട്ടാണ്, അല്ലേ? നമ്മൾ ലബോറട്ടറികളിലെല്ലാം ചെയ്യുന്ന കൂടുതൽ കെമിക്കൽ റിയാക്ഷൻസും ലിക്വിഡ് സൊല്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് സൊല്യൂട്ട് ഗ്യാസോ ലിക്വിഡോ സോളിഡോ ആവാം, എന്നാൽ സോൾവെൻറ്റ് കൂടുതലും ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ലിക്വിഡ് സൊല്യൂഷൻസിൻ്റെ കാറ്റഗറി കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത് ലിക്വിഡ് ബൈനറി സൊല്യൂഷൻസിനെ പറ്റിയിട്ടാണ്.